ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ അതിൻ്റെ മുഖവരിയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 6-7 വാക്യത്തിൽ പറയുന്ന അധർമ്മമൂർത്തിയെ തടഞ്ഞു നിർത്തുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. ആ വാക്യം ഞാൻ വായിക്കുന്നു. 2 തെസ്സലോനിക്ക 2:6-7 വാക്യങ്ങൾ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ആരാണ് അധർമ്മമൂർത്തിയെ തടഞ്ഞു നിർത്തുന്ന വ്യക്തി? തടുക്കുന്നവനെ സംബന്ധിച്ച് നിരവധി വ്യാഖ്യാനങ്ങൾ വേദപണ്ഡിതാക്കളുടെ ഇടയിലുണ്ട്. 1, പോപ്പ് അടങ്ങിയ റോമാസഭയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. 2, ദൂതന്മാർ ആണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. 3, പൗലോസ്. 4, സാത്താനാണ് തടുക്കുന്നവൻ. 5, തടുക്കുന്നവൻ സഭയാണ്. 6, തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. ഈ 6 പോയിന്റുകളാണ് ഇന്ന് നമ്മൾ അല്പമായിട്ട് പഠനത്തിന് വിധേയമാക്കുന്നത്. അധർമ്മമൂർത്തിയെ തടഞ്ഞു നിർത്തുന്നത് പോപ്പടങ്ങിയ റോമാ സാമ്രാജ്യമാണോ? റോമാലേഖനം 13:1-3 വരെയുള്ള വാക്യങ്ങൾ. അധർമ്മം കൊണ്ട് നിറഞ്ഞവരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തടുക്കുന്നവർ പോപ്പോ റോമാ സാമ്രാജ്യമോ അല്ല. എതിർ ക്രിസ്തു അനേക രാജ്യങ്ങളുടെ മേൽ വാഴുമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ ഈ റോമാ സാമ്രാജ്യമുണ്ട്. അതുകൊണ്ട് തടുക്കുന്നവൻ പോപ്പടങ്ങിയ റോമാ സാമ്രാജ്യം അല്ല. ദാനിയേൽ പ്രവചനം 7:24, 11:40-45 വരെയുള്ള വാക്യങ്ങൾ. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് അനേക രാജാക്കന്മാർ ഇവിടെ വാഴുന്നതായി വെളിപ്പാട് 11:15, 16:13-16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് തടുക്കുന്നവൻ പോപ്പല്ല എന്ന് വ്യക്തമാക്കുകയാണ്. 2, തടുക്കുന്നവൻ ദൂതന്മാരാണോ? ദൂതന്മാരല്ല തടുക്കുന്നവൻ. കാരണം ഏകത്വമാണ്, ഇവിടെ ബഹുത്വമില്ല. നീങ്ങി പോക വേണം. നീക്കുകയല്ല, നീങ്ങുകയാണ്. ഇത് സ്വയമായി ചെയ്യുകയാണ്. ദൈവകൽപ്പനയില്ലാതെ ദൂതന്മാർ സ്വയമായി പ്രവർത്തിക്കുന്നില്ല. 3, തടുക്കുന്നവൻ പൗലോസാണോ? തടുക്കുന്നവൻ പൗലോസാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരിയല്ല. കാരണം പൗലോസിൻ്റെ മരണശേഷമാണ് അധർമ്മമൂർത്തി വെളിപ്പെടുന്നത്. ഇതുവരെ അധർമ്മമൂർത്തി പരിപൂർണമായി വെളിപ്പെട്ടിട്ടില്ല. പൗലോസ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നിത്യതയാണ് എന്ന് പറയേണ്ടി വരും. നിത്യതയിൽ മരണമില്ല, രോഗമില്ല, കഷ്ടതയില്ല, കണ്ണുനീരില്ല. അതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് നിത്യതയല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ തടുക്കുന്നവൻ പൗലോസല്ല. 4, തടുക്കുന്നവൻ സാത്താനാണോ? ഈ വാദം തെറ്റാണ് എന്ന് ക്രിസ്തു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മർക്കോസ് 3:22-25 വരെയുള്ള വാക്യങ്ങൾ. മാത്രമല്ല ഇവിടെ തടുക്കുന്നവൻ മാറുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തി രൂക്ഷമാകുകയാണ്. അതുകൊണ്ട് തടുക്കുന്നവൻ സാത്താനല്ല എന്ന കാര്യം വളരെ ക്ലിയറാണ്. 5, തടുക്കുന്നവൻ സഭയാണോ? ഈ വിശ്വാസം തെറ്റാണ്. കാരണം സഭയിലെ അംഗങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടില്ല. സഭയിൽ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശീതോഷ്ണ അവസ്ഥയാണ് ഇപ്പോൾ സഭയിൽ അല്ലെങ്കിൽ സംഘടനകളിൽ നമ്മൾ കാണുന്നത്. 6, തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. ഈ വിശ്വാസമാണ് ഭൂരിപക്ഷം വേദപണ്ഡിതാക്കളും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അധർമ്മമൂർത്തിയെ വെളിപ്പെടാതെ വണ്ണം തടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് എന്ന് പറയുവാൻ ചില കാര്യങ്ങൾ തുടർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, അധർമ്മത്തിൻ്റെ ശക്തിയെ തടുക്കുന്നത് വിശ്വാസിയോ സഭയോ അല്ല, സഭയെയും വിശ്വാസിയെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. 2, അധർമ്മമൂർത്തി ആളത്വമുള്ളതാണ്. അതിനാൽ തടുക്കുന്നവനും ആളത്വമുള്ള ആൾ ആയിരിക്കണം. തടുക്കുന്നവൻ എന്ന പ്രയോഗം ആത്മാവിൻ്റെ വ്യക്തിത്വത്തെ കുറിക്കുന്നു. 3, അധർമ്മമൂർത്തിയുടെ പ്രവർത്തന മണ്ഡലം ആത്മീക ലോകം ഉൾക്കൊള്ളുന്നതാണ്. 2 തെസ്സലോനിക്ക 2:7, 1 യോഹന്നാൻ 4:3. അതിനാൽ തടുക്കുന്നവനും ആത്മീയ സത്ത നിറഞ്ഞവരായിരിക്കണം. അത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. 4, തടുക്കുന്നവൻ അധർമ്മമൂർത്തിയെ ബലപ്പെടുത്തുന്ന സാത്താനേക്കാളും ശക്തിയുള്ളവനും ആയിരിക്കണം. അത് പരിശുദ്ധാത്മാവാണ്. 5, ഉൽപ്പത്തി പുസ്തകം 6:3, മനുഷ്യനോട് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. 6, യോഹന്നാൻ 16:8, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നു. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് പാപത്തിൻ്റെ പിതാവായ അധർമ്മമൂർത്തിയെ തടയുന്നത്. 7, ഗലാത്യർ 5:17 അടിസ്ഥാനമാക്കി 2 തെസ്സലോനിക്കർ 2:6-7 വാക്യങ്ങൾ പഠിക്കുമ്പോൾ തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ് ആണ് എന്ന് ഏറെക്കുറെ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ സഭ ആരംഭിച്ചെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗാരോഹണത്തോടെ സഭായുഗം അവസാനിക്കും. യോഹന്നാൻ 14:16 പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുമോ എന്നൊരു ന്യായമായ ചോദ്യമുണ്ടാകാം. മഹോദരത്തിൽ ജനം രക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവാണ് അധർമ്മമൂർത്തിയെ തടുക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ അതിന് എതിരെയുള്ള 2 ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയുന്നു.
പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവാണ് തടുക്കുന്നത്, മാറ്റപ്പെടുമ്പോഴാണ് അധർമ്മമൂർത്തി വെളിപ്പെടുന്നതെങ്കിൽ മഹോപദ്രവത്തിൽ ജനം രക്ഷിക്കപ്പെടുന്നതുകൊണ്ട് അതപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ വേണ്ടേ എന്നുള്ളതാണ് ന്യായമായ ചോദ്യം. നമ്മൾ യോഹന്നാൻ 14:16 ഭൂമിയിൽ എന്നേക്കും ഇരിക്കുമെന്നല്ല, നിങ്ങളോടുകൂടെ ഇരിക്കും എന്നാണ്. വിശുദ്ധന്മാർ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. സ്വർഗത്തിലാണ് ഉള്ളതെങ്കിൽ അവിടെ ആണ് പരിശുദ്ധാത്മാവ് ഉള്ളത്. എന്നേക്കും ഇരിക്കും എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് മാറിയില്ല എന്ന് വാദിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം പരിച്ഛേദനയും ശബത്തും നിത്യനിയമമാണ്, അതിന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. സ്വർഗത്തിൽ വസിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. പുതിയ നിയമത്തിൽ ഭൂമിയിൽ വസിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. ഇതിന് മാറ്റം വരും അധർമ്മമൂർത്തിയുടെ വരവോടെ എന്ന് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.